സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരാൻ സാധ്യത. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. വിവരങ്ങളുമായി ഹരികൃഷ്ണനും വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. ആദ്യം ഹരികൃഷ്ണനിലേക്ക് പോകുന്നു. ഹരികൃഷ്ണൻ, എങ്ങനെയാണ് സംസ്ഥാനത്ത് ഇന്ന് നൽകിയിട്ടുള്ള അലേർട്ടുകൾ? മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടോ? പ്രവിധ, ഈ ചുഴലിക്കാറ്റ് പേമാരി ന്യൂനമർദ്ദം, ഇതാണ് 2 ദിവസത്തെ കാലാവസ്ഥ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. 2 ദിവസമായി കേരളത്തിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസം കൂടി ശക്തമായ മഴ ലഭിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിക്കും എന്നുള്ളതാണ്. അത് ഇന്നോടെ ശക്തി പ്രാപിക്കും. അത് നാളെ ഈ റിമാൽ ചുഴലിക്കാറ്റായി മാറും. മാത്രമല്ല, ഈ പശ്ചിമ ബംഗാൾ തീരത്തേക്ക് അത് അടുക്കും. അതോടുകൂടി ഈ മഴ ശക്തമായി വരും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇന്നും നാളെയും ശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും എന്നുള്ളതാണ്. ഇന്ന് 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഉണ്ട് എന്നുള്ളതാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ തെക്കൻ തമിഴ്നാട് തീരത്ത്, അതേപോലെ തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാനും വിലക്കുണ്ട്. അതായത് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. അതിനോടൊപ്പം തന്നെ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, കേരളത്തിൽ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാലാവസ്ഥാ വകുപ്പ് വിദഗ്ധരൊക്കെ പറയുന്നത് അതിതീവ്ര മഴ, അതായത് ഇപ്പോൾ തന്നെ വേനൽ മഴ അധികമായി കേരളത്തിൽ പ്രതീക്ഷിക്കുന്നതിലധികം വേനൽ മഴ ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 18% വേനൽ മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കൊല്ലം, ഇടുക്കി ജില്ലകളിലൊക്കെയും പ്രതീക്ഷിച്ചതിനേക്കാളും അധികം മഴ ലഭിച്ചിട്ടുണ്ട്. ബാക്കി തിരുവനന്തപുരം മുതലുള്ള എല്ലാ ജില്ലകളിലും ആ തരത്തിൽ വേനൽ മഴ അധികമായി ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അനാലിസിസ് കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയും ഇന്നലെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് ഈ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. ഏതായാലും ഈ അടുത്ത 2 ദിവസങ്ങളിൽ കൂടി കേരളത്തിന്റെ മലയോര മേഖലകളിൽ, അതേപോലെ തന്നെ മധ്യമേഖലയിൽ, തെക്കൻ കേരളത്തിലെല്ലാം തന്നെ ഇത്തരത്തിൽ മഴ ലഭിക്കും, അതിതീവ്ര മഴ ലഭിക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നൽകിയത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ മഴയാണ് കൊച്ചിയിൽ പെയ്തത്. കൊച്ചിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിധ, ഇത്തവണ ഇന്നും യെല്ലോ അലേർട്ടാണ് നിലവിൽ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ പ്രതിസന്ധികൾ നേരിടുന്നു, പ്രധാനമായി വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഒരു ആശ്വാസമുള്ള കാര്യം, ഒരു അരമണിക്കൂർ മഴ മാറി നിൽക്കുമ്പോൾ വെള്ളക്കെട്ട് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെല്ലാം തന്നെ പാളിയതാണ് ഈ ഒറ്റ മഴയിൽ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാഹചര്യം. ഞാനിപ്പോൾ ഉള്ളത് ഇടപ്പള്ളി ഭാഗത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒറ്റ മഴയിൽ ഈ ഇടപ്പള്ളിയിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ആ വെള്ളക്കെട്ട് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. പ്രധാനമായി ഇവിടെ ഈ റോഡ് പണി ഉൾപ്പെടെ നടക്കുന്നതാണ് അതിൻ്റെ പ്രതിസന്ധിയായി മനസ്സിലാക്കുന്നത്. ഈ എടപ്പള്ളിക്ക് പുറമെ സൗത്ത്, നോർത്ത്, അതോടൊപ്പം തന്നെ കലൂര് മേഖലകളിലും വെള്ളക്കെട്ടുകളുണ്ട്. ഇടവഴികൾ കേന്ദ്രീകരിച്ച, അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച വെള്ളക്കെട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ മാറി നിൽക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമായുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗങ്ങൾ ചേരുന്നതിന് വലിയ പ്രതിസന്ധികൾ സർക്കാർ നേരിട്ടു എന്നുള്ളതാണ് ഇന്നലെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മന്ത്രി പി രാജീവ് മറുപടി നൽകിയത്. അത്തരം പ്രതിസന്ധി സർക്കാരും നേരിടുന്നുണ്ട്. അതൊരു കാര്യമായ ഒരു ഒരുക്കങ്ങൾ നടത്താൻ സാധിച്ചില്ല എന്ന് സർക്കാരും സമ്മതിക്കുന്നുണ്ട്. അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് പക്ഷേ ജനങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്കിലും അതോടൊപ്പം തന്നെ കടവന്ത്രയിലും പനമ്പള്ളി നഗരമെല്ലാം എറണാകുളത്തെ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിതീവ്ര വെള്ളക്കെട്ടാണ് എല്ലായിടത്തും രൂപപ്പെട്ടത്. ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലുള്ള പദ്ധതികളൊക്കെ MG റോഡിൽ കാര്യമായി ഫലവത്തായെങ്കിലും മറ്റു പ്രദേശങ്ങളിലേക്ക്, കോർപ്പറേഷൻ പരിധിയിൽ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഈ തൃക്കാക്കര നഗരസഭാ പരിധിയിലും
കാലവർഷം എത്തും മുൻപുള്ള വേനൽ മഴ വലിയ രീതിയിൽ കൊച്ചി നഗരത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് വിഷ്ണു സുരേഷ് നൽകുന്ന വിവരം. ഇന്നലെ തുടങ്ങിയ മഴ കൊച്ചിയിൽ ഇപ്പോഴും തുടരുകയാണ്. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അതാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ.